വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ത്യ ടു ഓസ്ട്രേലിയ സ്കൂട്ടർ ജേണി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊടൈക്കനാല മന്നവന്നൂരാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ മഴയൊക്കെ കൊണ്ടുവന്ന കാരണം അത്യാവശ്യം നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കിടന്നുറങ്ങി. ഇന്ന് ഉറക്ക ക്ഷീണമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്, മുഖത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊടൈക്കനാല മന്നവന്നൂർ, പോളൂർ, പൂണ്ടി, ക്ലാവര, കവിഞ്ചി എന്നീ കാർഷിക ഗ്രാമങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നത്. മനോഹരമായ സ്ഥലങ്ങളാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്ത കാരണം 2 ദിവസമായിട്ട് ഇവിടെ മഴ ഉണ്ട്. അത് കാരണം കാലാവസ്ഥ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. കാജ അവിടെ കുളിച്ച് ഫ്രഷ് ആകുന്നുണ്ട്. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല നനഞ്ഞതൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. നനഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ താമസിച്ച ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. നമ്മളിപ്പോൾ ഉള്ളത് മന്നവന്നൂരിലെ ചെമ്മരിയാട് ഗവേഷണ കേന്ദ്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, ചെറിയ രീതിയിലൊരു കോടമൂടലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി നോക്കാം. ഇപ്പോൾ ഈ സമയം ആടിനൊക്കെ മേയാൻ വിട്ട സമയമാണ്. വൈകിട്ട് 4 മണിക്കൊക്കെയാണ് അതിനെ കൂട്ടിലേക്ക് തിരിച്ചു കെട്ടുന്ന നല്ല അടിപൊളി വിഷലൊക്കെ ഇവിടുന്ന് എടുക്കാൻ കിട്ടും. ഇതാണ് ആടിൻ്റെ കൂട്. ആടൊക്കെ പുറത്ത് മേയാൻ പോയതാണ്. ഇതായി കണ്ടാ ഇവിടെ വരികയാണ് വൈകുന്നേരം 4 മണിക്ക് വരണം. ഇപ്പൊ ഒക്കെ മലഞ്ചെരുവില് അവിടെ ഒക്കെ മേഞ്ഞടക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടുണ്ട്. ലോങ്ങാണ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം 4 മണിക്ക് ആകുമ്പോൾ കൂട്ടിലാക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് അത് സുഖമായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു കൂട്ടുണ്ട്, ഇവിടെ ഒരു കൂട്ടുണ്ട്. ഉച്ച സമയ കാരണം ആടൊക്കെ മേയാൻ പോയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ആടുകൾ നിൽക്കുന്നത് എവിടെയാന്നുള്ളത്. നമ്മളിതാ ഷീപ്പിൻ്റെ ഫാമിലൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങുകയാണ്. ഇനി ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ക്ലാവര 13, പൂണ്ടി 6, കവിഞ്ചി 5. ഇവിടെ നിന്ന് ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഫുൾ പച്ചപ്പാണ്. ഇപ്പോൾ കൃഷിൻ്റെ സമയമല്ല, അതുകൊണ്ട് കൃഷിയൊക്കെ വിളവെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരണ്ട പോലെ ഭൂമി നിൽക്കുന്നത്. ഇവിടെ മുന്നത്തെ വിഷ്വലുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ വന്ന സമയത്ത് എടുത്തത്. ഇവിടുത്തെ പച്ചപ്പ് എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്ക്. ഒരു ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലേക്കിൽ ഇറങ്ങുന്നില്ല. ഒന്നാമത് ഇപ്പോൾ വെള്ളം കുറവുള്ളൊരു സമയമാണ്. കുളിക്കാൻ പറ്റിയ വെള്ളമാണ്. അവിടെ ഇട്ട് ഡ്രസ്സ് അലക്കാനൊക്കെ പറ്റും. ഞാൻ മുന്നേ വന്ന ഇവിടെ കുളിച്ചിട്ടുണ്ട്. ഇതൊക്കെ പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോൾ കൃഷീൻ്റെ സമയം, കൃഷിയൊക്കെ വിളവെടുത്ത് അപ്പോൾ പച്ചപ്പ് പോയതാണ്. തണുത്ത കാലാവസ്ഥയാണ്. പല സ്ഥലത്തും കോടുണ്ട്. നല്ല സൂപ്പർ വൈബ്. ഏത് സമയത്തും ഇവിടെ വന്നാലും നമുക്ക് കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ്. കണ്ണിന് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടുന്ന് കിട്ടൽ. അവിടെ പച്ചപ്പ് ഇല്ലാച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഭംഗിക്കൊരു കുറവൊന്നുമില്ല. അവിടെയൊക്കെ ഇത് കൃഷിൻ്റെ വേസ്റ്റൊക്കെ എന്താ തീയിട്ടിട്ടുണ്ട്. പുക ഇങ്ങനെ പൊന്തുന്നതാണ്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ്. ബീൻസ് നമ്മൾ ഗ്രീൻ പീസ്. ഇതാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. എവിടെ പോണേ? അവരോട് ഓരോ നാട്ടിൽ നിന്നിട്ട് നമ്മൾ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മളോടല്ലേ ചോദിക്കണ്ടേ. എൻ്റെ പേര് സുഭാഷ്. ഗുണാക്കേവിൽ സുഭാഷാണ്. എൻ്റെ പേരെന്താ? ശബരി. ശബരി ദ ട്രാവലർ. ഓനാണ് ഈ റൂട്ട് പരിചയപ്പെടുത്തിയാള്. ശബരി എവിടുന്ന് വരുന്നേ? കാട്ടില്. എന്താ വേല കാട്ടില്? എന്താ കൂടുന്നറ വേല പറഞ്ഞ? കൂണ്. മഷ്റൂം. മഷ്റൂമാ? വെള്ളപ്പൂടെന്നാ தெரியாது. ഇതാണ് കവിഞ്ചി. ഇതൊക്കെ കാർഷിക ഗ്രാമങ്ങളാണ്. ഈ കവിഞ്ചി, പൂണ്ടി, പോളൂര് ഒക്കെ ഏകദേശം ഒരേ മോഡൽ തന്നെയാണ്. അതിൽ കുറച്ചൊരു വ്യത്യാസമുള്ളത് മന്നവന്നൂരാണ്. അവിടെ ലേക്ക്, ചെമ്മരിയാട് ഗവേഷണ കേന്ദ്രം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു മാറ്റങ്ങൾ അവിടെ ഉള്ളൂ. അവരുടെ വീടുകളും അതുപോലെ കൃഷികളൊക്കെയാണ് ഈ വില്ലേജിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 വില്ലേജ് ഏകദേശമൊക്കെ ഒരേ മോഡൽ തന്നെയാണ്.
ശബ്ദം കൊടുക്കാത്തത് എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് ശബ്ദം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കാഴ്ചകൾ വിഷ്വലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശബ്ദമല്ല, ഇവിടുത്തെ കാഴ്ചകളാണ്. അത് വിഷ്വലായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. കവഞ്ചി ഗ്രാമം. ആളുകളൊക്കെ തന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. രണ്ടാൾക്കാരും ഒരു വണ്ടിയും എന്താ ഈ വരണേന്ന് കരുതിയിട്ട്. അങ്ങോട്ട് വണ്ടി പോവോ? ഇവിടെ വരെ പോകുള്ളൂ തോന്നുന്നില്ലേ? ഇവിടെ ഗ്രാമമാണ്, കവിഞ്ചി ഗ്രാമം. ഇതിൻ്റെ അകത്തൊക്കെ അവരെ വീടുകളൊക്കെയാണ്. അന്നിപ്പോൾ നമ്മൾ കയറി ഷൂട്ട് ചെയ്യണില്ല. തിരിച്ചു പോവാം. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഞാൻ പറഞ്ഞില്ല, കൃഷി. പിന്നെ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവർ വീടുകളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ലൊരു കളർഫുള്ളാണ്. അതൊക്കെ പിന്നെ പ്രധാനമായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥ. ഇവിടെ ഉള്ളവരെ വീടുകളൊക്കെ ഇതുപോലുള്ള വീടുകളാണ്. ചെറിയ മണ്ണോണ്ട് തേച്ച വീടുകളാണ്. പക്ഷെ വീടിൻ്റെ അകത്ത് കിടക്കാൻ നല്ല സുഖമായിരിക്കും. ഇവിടുത്തെ നമുക്ക് കാണാൻ നല്ല രസമാണെങ്കിലും അവർക്ക് ഇവിടുത്തെ താമസിക്കുന്ന അതായത് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ പൂണ്ടിയിലെത്തിയിട്ടുണ്ട്. പൂണ്ടിൻ്റെ കൃഷിക്കാഴ്ചകളാണ് ഈ താഴെ കാണുന്നത്. ഇതിൻ്റെ പച്ചപ്പുള്ള സമയത്തെ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം. ഞാൻ മുന്നേ പോയപ്പോൾ ഷൂട്ട് ചെയ്തത്. ഇതാണ് പൂണ്ടി ഗ്രാമം. അവിടെ കൃഷിൻ്റെ എന്തൊക്കെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കൃഷി ഇതാക്കാൻ മണ്ണ് റെഡിയാക്കാൻ തോന്നുന്നുണ്ട്. എന്തോ കൃഷിക്ക് വേണ്ടി നിലവൊഴി എന്തോ ചെയ്യുന്നുണ്ട്. എന്താ വിളവെടുക്കാൻ തോന്നുന്നു. സൂം ചെയ്ത് കാണിച്ചാൽ നമ്മുടെ യാത്ര നാട്ടാമ്പട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇടതുഭാഗത്തേക്കാണ് ക്ലാവര. നേരെ 2 കിലോമീറ്റർ പോളൂർ. നമ്മൾ ചിലപ്പോൾ സ്റ്റേ ചെയ്യൽ പോളൂരായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്ലാവര ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ക്ലാവര ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ക്ലാവറിനെ കുറിച്ചിട്ട് എനിക്കും ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം നമുക്ക് എന്തൊക്കെ അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. നമ്മൾ ഒടുവിൽ ക്ലാവര വില്ലേജിൽ എത്തിയിട്ടുണ്ട്. കത്തികളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ക്ലാവര ഇതെല്ലാം ചെന്നിട്ട് റോഡാണ്ട് അവസാനിക്കുകയാണ്. ഗ്രാമത്തിൽ നിന്ന് എല്ലാം ഗ്രാമത്തിൽ നിന്ന് റോഡ് അവസാനിക്കുന്നത്. ക്ലാവറുള്ള ഒരു ചായക്കടയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഗ്രാമം ചെന്നാണ്ട് റോഡാണ്ട് അവസാനിക്കുകയാണ്. പിന്നെ അവരുടെ വീടുകളും കൃഷിക്കാഴ്ചകളുമാണ്. അപ്പോൾ സെയിം കാഴ്ച അതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ പോളൂർ നമ്മൾ കുറച്ച് കാണാനുണ്ട്. നമുക്കൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പോളിൽ നിന്ന് എന്തായാലും കുളിക്കണം. അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിലും കുളിക്കണം, സ്റ്റേ ചെയ്യണില്ലെങ്കിലും കുളിക്കണം. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യേണ്ടത് പോളിൽ നിന്ന് ചെയ്യാച്ചിട്ടാണ്. അതൊക്കെ വരണ്ടേ എടുക്കുക കേട്ടോ. ഒരു വീട് പണി നടക്കുന്നുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ്. ഇതിൻ്റെ മേലെ പട്ടിക വെച്ചിട്ട് ചാണകം തേച്ചിട്ട് അതിൻ്റെ മേലാണ് ഓടി വിരിക്കുന്നത്. അത് അവിടെ ഒരു വീടിൻ്റെ മേലെ ചാണകം തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. നല്ലൊരു ചെറിയൊരു വീട് നിൽക്കണ നോക്കണി, എന്താ ഭംഗിന്നറിയോ. അതെന്നാ കൃഷി അത് തായ அந்த வீடா? വീടുക്ക് തായ வீடு வந்து சும்மா അല്ല വീടുക്ക് തായ എന്ത് കൃഷി? എന്നാ കൃഷി? പട്ടാണി കടലിൻ്റെ കൃഷിയാണത്. பட்டாணி வெள்ளப்பூடு വെള്ളപ്പൂട് വെളുത്തുള്ളി. வெளுத்துள்ளி വെളുത്തുള്ളി, പട്ടാണിക്കടലയും വെളുത്തുള്ളിൻ്റെ കൃഷിയാണ് അവിടെ. ഇവിടെ താഴെ ഒരു വെള്ളച്ചാട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. മഴക്കാലത്ത് നല്ല വെള്ളം എടുക്കും, ചെറിയ രീതിയിൽ ഇപ്പോൾ വെള്ളമുള്ളൂ, എന്നാലും കുഴപ്പമില്ല. വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളം കുറവാണ്, വേനലാണ്. അതിൻ്റെ അടുത്ത് മനോഹരമായ ഒരു വെളുത്തുള്ളിയും പട്ടാണിക്കടലയും കൃഷി നടത്തുന്ന സ്ഥലം. അതിൻ്റെ അടിയിലൊരു വീടൊക്കെ അടിയും, എന്താ ഭംഗി. ഇതിൽ കൂടി ചെറിയൊരു തോടൊഴുകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് കുടിവെള്ളമാ? ഇവിടെ ഒരു കുട്ടിയുണ്ടായ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കട്. പേരെന്നാ? ഓ പേര് പറയാതെ ഓടിയോ, നിന്നെ കണ്ട് പേടിച്ചിക്കണ. നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് പേര് പറയാതെ ഓടിയാണ്, ഇപ്പോൾ പേര് പറയണ്ടേ. പേരെന്നാ? വിഘ്നേഷ്. സ്കൂളിൽ പോകുന്നാ? സ്കൂളിൽ പോണില്ല? നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ പോളൂരിലാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഞാൻ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത്. ഇവിടുത്തെ ഗ്രാമത്തിലെ കുടിലുകൾ അവിടെ വലതുഭാഗത്ത് കൃഷി, ഇടതുഭാഗത്ത് കൃഷി, ഒരു അരുവി ആയിക്കുണ്ട്, അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു മനോഹരമായൊരു സ്ഥലം, നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഫ്രെയിമൊക്കെ നോക്കിയാൽ മതി. ഇവിടുത്തെ കിട്ടുന്ന വ്യൂ, നമ്മളെ വണ്ടിൻ്റെ ഫ്ലാഗും ടിബറ്റൻ ഫ്ലാഗും ആ കൂട്ടത്തിൽ ഇവിടുത്തെ ഈ വിഷുവിനെ കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലത്തിന്. കാജക്ക് എന്താ പറയാനുള്ള ഈ സ്ഥലത്തെ കുറിച്ച്? അടിപൊളിയായിട്ടാണ്, അടിപൊളി, വേറെ ലെവൽ ഓഫ് വ്യൂ. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. അതെ, നമ്മളൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ജാക്കറ്റിനുള്ള തണുപ്പൊന്നും ഇല്ല, പക്ഷെ നമ്മൾ കയ്യിലും കൂടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് ഈ ജാക്കറ്റ്. ഈ കാണുന്നതാണ് പോളൂര് വില്ലേജ്. ഇതിൻ്റെ ഇടതുഭാഗത്ത് കൃഷിക്കാഴ്ചകൾ, നേരെ കൃഷിക്കാഴ്ചകൾ, നടുവിൽ അവരെ വീടുകൾ. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു റൂട്ടാണിത്. ഇതിൻ്റെ ഇടതുഭാഗത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പ്രത്യേകം കൊണ്ട് കാണിച്ചു തരും. നേരെ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ വെളുത്തുള്ളിൻ്റെ വിളവെടുപ്പാണ്. വെളുത്തുള്ളി ഇങ്ങനെ തൊളിച്ച് വിപണനം ചെയ്യാനുള്ള ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങി നമ്മൾ ഈ ഗ്രാമത്തിൽ വന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി നടക്കണം. ഇതൊക്കെ ഞാൻ മുന്നേ വന്ന ടീ ഷോപ്പാണ്, ഇതൊക്കെ അടച്ചിക്കണ്. നമ്മൾ കാണാനുള്ള രണ്ടാളും ഫോണ് സ്വിച്ച് ഓഫാ. ഇതിലല്ലേ പറഞ്ഞേ അന്ന ടീ ഷോപ്പിൻ്റെ ടീ ഷോപ്പ് ഇവിടെ പറഞ്ഞു മേലെ ഒരു മയക്ക് സാധ്യത കാണുന്നുണ്ട് ഇവിടെ അല്ലേ. നല്ലൊരു മയക്ക് സാധ്യത ഉണ്ട്. ചായക്കട ഇവിടെ ഇല്ല, നമ്മൾ 2 കോയിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു മയക്ക് സാധ്യത ഉണ്ട്. നമ്മളെ വണ്ടി ഡാർപ്പായിട്ട് മൂടേണ്ടി വരും. നമുക്ക് തന്നെ അതൊക്കെ കയറിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ വണ്ടിയിൽ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ കവറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടേണ്ടി വരും. നമ്മളൊക്കെ നാട്ടിൽ ആദ്യം കളിച്ചിരുന്ന കുയർപ്പാണ് അവിടെ കളിക്കുന്നത്.
മഴ വന്ന് അപ്പോൾ നമ്മളെ വണ്ടിയിലുള്ള സാധനങ്ങളൊന്നും നനണ്ടാച്ചിട്ട് നമ്മളിതാ പായിട്ടാണ് മുകളിൽ. എന്നിട്ട് ചോട്ടിട്ട് രണ്ടാൾ വൈക്കുമ്പോൾ ഇരിക്കുകയാണ്. ഇന്നലെ സ്ലീപ്പിംഗ് ബാഗൊക്കെ നനഞ്ഞിന്ന്. ഇതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ കവറുണ്ട് വണ്ടീൻ്റെ അകത്താണ്, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മളും റെയിൻ ജാക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് പ്രശ്നമുള്ളത്. നമ്മുടെ അടുത്ത് സാധനം ഉണ്ട്, ഇനിയിപ്പോൾ അത് വാങ്ങിക്കണോ വെച്ചിട്ടാണ്. മഴ എങ്ങനെ തുടരുകയാണെങ്കിൽ കൊടൈക്കനാലിന് അത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്താപ്പോൾ ഉള്ളത്. നല്ലൊരു മഴ പെയ്ത് ഇവിടെ ഇപ്പോൾ പോളൂര് 1.5 മണിക്കൂറായിട്ട് ശക്തമായ മഴയായിരുന്നു. നമ്മളെ റെയിൻ ജാക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം അത് ഊട്ടിക്ക് എത്തുന്ന സമയത്തോ മഴ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വെയിറ്റ് കൂടി ഇപ്പോൾ തന്നെ വെക്കണ്ട വെച്ചിട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ 2 ആഴ്ചൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴ നിന്നപ്പോൾ പുറത്തിറങ്ങിയതാ. കാരണം ഇന്നലെ ഫുള്ള് നനഞ്ഞിട്ട് നമ്മളിത് ഫുള്ളൊന്ന് ഉണക്കിയെടുത്താണ്. പെട്ടെന്നാണ് മഴ പെയ്താൽ നമുക്ക് ഇറക്കിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായി പോയി. കാരണം വണ്ടി അങ്ങനെ നിർത്താനോ ഒന്നിനും സൗകര്യമില്ല, കയറിക്കാനോ സ്ഥലമില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആയി പോയി. പിന്നെ നമ്മുടെ അടുത്ത് കുറെ ഡ്രസ്സും ഇല്ല മാറ്റി ഇതാക്കാനും. അതാണ് വലിയ വിഷയം. ഈ റെയിൻ ജാക്കറ്റ്, ഊട്ടിയിലെത്തിയ റെയിൻ ജാക്കറ്റും നമ്മളെ ആ ഫാർമേഴ്സ് ഒക്കെ ഇടുന്ന ആ ഷൂ നിർബന്ധമാണ്, വാട്ടർ പ്രൂഫുള്ള. അതായാലും നമുക്ക് മയത്തും ഡ്രൈവ് ചെയ്ത് പോവാം, സെറ്റാക്കാം. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ മഴ ചെയ്തിട്ട് അടുത്ത മഴക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. അതെ, ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു ഹോട്ടലില്ല, നമ്മൾ പരിചയമുള്ള ഒരു ഹോട്ടലുണ്ട്, അത് അടച്ചും ചെയ്തിരിക്കുന്നത്. അതെ, നമ്മളെ ഫ്രണ്ട് ബാല ഞാനിവിടെ വന്ന് ബസ്സിൽ വന്നൊന്ന് പരിചയപ്പെട്ടിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടുന്ന് കണ്ട്. ബാലയ്ക്ക് ഇവിടെ ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ടെൻറ്റിലൊന്നും കിടക്കാൻ പറ്റില്ല, മഴക്ക് ടെൻറ്റ് നടക്കില്ല. Porque നമ്മളെ ബാല പേര് ചൊല്ലുന്നോ? തുളസി സുരേഷ്. ഒരു ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ സ്വീകരണം, നമ്മളെ കയ്യിൽ ഫോൺ ചാർജ് ആയി എടുക്കാൻ പറ്റിയില്ല. നമുക്ക് മുന്നേ പരിചയം ബാലിനിരുന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവരെ പരിചയപ്പെട്ട്, ഇപ്രാവശ്യം വന്നപ്പോൾ ഇവരെയും പരിചയപ്പെട്ട്. ഈ വെള്ളം ഉണ്ടല്ലോ, ഞാനിവിടെ 3 കാലാവസ്ഥയിൽ വന്നിരിക്കണം. എല്ലാ 365 ദിവസം ഈ വെള്ളം ഇതുപോലെ ആയിരിക്കും. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഈ കൃഷിക്ക് ഇവിടെ വെള്ളം ആവശ്യമാണ്. പക്ഷേ ഈ വെള്ളം പറ്റാത്ത വെള്ളം, ഏത് വേനലിലും വെള്ളം ഇവിടെ വരിക പറയുമ്പോൾ ഒരു സംഭവമാണ്. ദൈവത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. കാരണം ഈ കൃഷി ഇവിടെ നടക്കണമെങ്കിൽ വെള്ളം വേണം. വാരുണ്ടായിരുന്നു. അവർ എന്തിനാന്ന് വെച്ചപ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ, അപ്പുറം ക്ലാവര ഇപ്പുറം പോളൂര്, ആ വെള്ളം കിട്ടാൻ വേണ്ടി ഇവിടെ നിന്നുള്ളവര് അവിടെ നിന്ന് കല്ലെടുത്തവര്, അവിടെ ഉള്ളവര് ഇവിടെ ഉള്ളവരെ കല്ലെടുത്തവര്. പിന്നെ പിറ്റേന്ന് നേരം പോലത്തെ എന്തിനാ എറിഞ്ഞു ഭക്ഷണം കഴിച്ചാണ്ട് ഒന്നായിന്നാ പറഞ്ഞത്. വെള്ളത്തിനല്ല, കൃഷിക്ക് വെള്ളം കിട്ടാന്. இப்ப என் சிஸ்டர் இருக்குல்ல, அங்க மேரேஜ் பண்ணி கொடுத்துருக்கோம். அங்க மேரேஜ் பண்ணி கொடுத்துருக்கோம். அங்க இருந்து இங்க போயிட்டு ஆயிடா. அப்போ சிஸ்டர் கிரே பண்ணும், ஐயோ அழுகும். அப்ப இங்க இருந்து அங்க போய் அழுகும். அப்ப அங்க ஃபுல்லா புருஷமா இருக்குல்ல, വീഡിയോ എടുക്കണേ.
ഇവന്റെ പെങ്ങളെ അങ്ങോട്ട് ക്ലാവരൊക്കെ കല്യാണം കഴിച്ചിരിക്കണത് കല്ലേറിൽ ഓന്റെ പെങ്ങളെ അവിടെ നിന്നിട്ട് കല്ലേറി പിന്നെ കണ്ണീര് വന്നോല കണ്ണീരിനെ പറ്റിട്ട് ഫുഡ് ഇങ്ങനെ പോയി അങ്ങോ അങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നു നെക്സ്റ്റ് ഡേ ഇതെന്താ സംഭവം ഇതൊന്നും മൈക്ക് വെക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ യാദൃശികമായിട്ട് കിട്ടും നമ്മൾ സംസാരിക്കുന്നത് യാദൃശികമായിട്ട് വന്നപ്പോ അത് വീഡിയോ എടുത്താണ് ഇതിൽ നിങ്ങൾ പറയാം ആരെടുത്താ മൈക്ക് കൊടുക്കുക ഇത് കിട്ടണ വിഷയം ഇത് കിട്ടുള്ളൂ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മൈക്ക് വെക്കാനേ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് നമ്മളിവിടുത്തെ ഫ്രണ്ട് ബാല കൊടുക്കുന്നതാണ് ഇത് ആപ്രിക്കോട്ടാണ് എന്താ ടേസ്റ്റ് നടന്നത് ഇങ്ങനെ ഉപ്പും മുളകും പൊടി കൂട്ടി ഇതുവരെ ഫാമിൽ ഉണ്ടായതാണ് ഓർഗാനിക് ആണ് അവരെ പരിചയപ്പെട്ട് കാണിച്ചു കൊടുത്താ രാജന്റെ ബാക്കില് കാണിച്ചു കൊടുത്താ ഞങ്ങൾക്കൊരു പ്രശ്നമാണ് അസ്കി കടിക്കൂല പക്ഷെ നമ്മളെ മേത്തൊക്കെ വന്നിങ്ങനെ ഇതാക്കാണ് ഓൾറെഡി ഒന്നും വെച്ചിക്കണേ കോളൂര് നമ്മള് നേരത്തെ കാണിച്ചത് നമ്മളെ ബാലുണ്ട് നമ്മളെ സുരേഷ് ഉണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കാൻ ഉദ്ദേശിച്ചത് സുരേഷ് പറഞ്ഞത് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോയി കൊടുത്താൽ കാരണം അതാണ് നിങ്ങൾക്ക് വൈബ് ഇത് എപ്പോഴും വീട് പോലെ നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്ന സ്ഥലം എന്നുള്ളത് ഇതിന്റെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പൊ നമുക്ക് അസ്തമയാവാനായിട്ടുണ്ട് കാറ്റൊക്കെ എന്താ പറയുള്ളത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നമ്മളെ ബാലക്കുള്ള ഒരു സങ്കടം എന്താന്ന് പറഞ്ഞാല് ഇവിടെ വരുന്നവര് മുഴുവൻ ഇവിടുത്തെ വീഡിയോ എടുത്താണ് പോയിട്ട് പൂണ്ടി തന്നെ പോസ്റ്റ് ചെയ്യാണ് അപ്പൊ നമ്മളുടെ ഇഷ്ടം എന്താ പറഞ്ഞാല് നമ്മള് മുന്നെടുത്ത വീഡിയോ പോളൂരിന്ന് രണ്ടുപേരും പോസ്റ്റ് ചെയ്ത് അതാണ് ബാലയ്ക്ക് നമ്മളുടെ ഇഷ്ടം എന്ന ബാല പറഞ്ഞത് പിന്നെ ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ അല്ല പോളൂരിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ